Good morning, sir. Yes, Isal, good morning. Good morning, sir. Yes, good morning. Good morning, Joshi. Good morning, Pendu. Yes, Sona John, good morning. Shivapriya, good morning. Lejimi, good morning. Megha, Joshi, EM, how are you? Okay, I am also very fine. Nandana, good morning. Ashwini, good morning. Rasina, good morning. Yes, നമുക്ക് ആരംഭിക്കാം. Let us start. Okay. 2026 നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് സാനെ. അല്ലല്ലേ? ഓക്കെ ഓക്കെ, ഒരു പ്രാവശ്യം നമുക്ക് കണ്ടു തോന്നുന്നു. ഓക്കെ 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 ഓക്കെ. ആ യെസ്, കണ്ടില്ല അല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും അല്പം വൈകിയാണെങ്കിലും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടു 5:1 നമുക്ക് അവസരത്തിലുണ്ട്. ഓക്കെ, റേഹാം കൃഷ്ണന്തു 5:1. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൃഷ്ണന്തു ആ പാട്ട് കംപ്ലീറ്റ് ആക്കിയാ? അത് സംഗതി റെഡിയാക്ക് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ആരെങ്കിലും ഒക്കെ അത് പുറകിൽ നിന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. യെസ് അല്ലേ? അത് കറക്റ്റാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. ആരുമില്ലെങ്കിൽ ഓ ക്രിസ്ത്യൻ ഈസ് വെരി ബിസി, സമയമൊന്നും കിട്ടിയെന്നാ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ, സമയമൊക്കെ ഉണ്ടാക്കാൻ ക്രിസ്ത്യൻ. ഓക്കെ ജോഷി, കറക്റ്റാണ്. കിസാൻ, കറക്റ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മൾ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തു. സബ്ജക്റ്റ് അത് കഴിഞ്ഞു. വില്ല് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ഇസാനെ വില്ല് കഴിഞ്ഞിട്ട് താഴേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. പ്രസന്റ് വില്ല് വരുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലാണ്. യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഓക്കെ ഇസാൻ, ഈസ്, ആം, ആർ, പിന്നെ വെർബ്, അതിന്റെ കൂടെ ing. അതെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ആ ടെൻസിലുള്ള വാചകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തേക്ക് വരാം. അതിന് മുമ്പ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെർബ് പോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഈ വേർഡിന് ഉണ്ട് എന്നൊരർത്ഥം കൂടിയുണ്ട്. ഉണ്ട് നമുക്ക് പറയാം ഐ ഹാവ്, എനിക്കുണ്ട്. എന്തുണ്ടെന്ന് നമുക്ക് പറയാം ഐ ഹാവ് എ സ്മോൾ ഹൗസ്, എനിക്കൊരു ചെറിയ വീടുണ്ട്. ഐ ഹാവ് എ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഐ ഹാവ് എ സ്കൂട്ടർ, എനിക്കൊരു സ്കൂട്ടർ ഉണ്ട്. യെസ്, അപ്പൊ ഐ ഹാവ് കഴിഞ്ഞിട്ട് ഒരു നൗൺ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? അത് ഒരു നമുക്ക് എന്ത് സംഗതിയാണോ ഉള്ളത് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് ഈ ഹാവിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഐ ഹാവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് നല്ല നീളമുള്ള മുടിയുണ്ട്. അപ്പൊ എന്ത് പറയാം? ഐ ഹാവ് ലോങ് ഹെയർ, എനിക്ക് എന്തുണ്ട്? നീളമുള്ള മുടിയുണ്ട്. യെസ്, അങ്ങനെ പറയാം. നിങ്ങൾക്കുള്ളത് ഒരു റൗണ്ട് ഫേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് പറയാം ഐ ഹാവ് റൗണ്ട് ഫേസ്, എനിക്ക് എന്തുണ്ട്? ഒരു റൗണ്ട് ഫേസ് ഉണ്ട്. ഇന്ന് ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് നോക്കുക, നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് നോക്കുക. നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു 5 ഐറ്റംസ് നോക്കി വെക്കാം. നോക്കുമ്പോൾ 5 കൂടുതൽ നോക്കി വെച്ചോ, ഒരു 5 ഐറ്റംസ് എങ്കിലും പറയാനായിട്ട് നോക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാവ്
എ ബ്യൂട്ടിഫുൾ ഫാമിലി, എ ലവ്ലി ഫാമിലി. നല്ലൊരു ഫാമിലി എനിക്കുണ്ട്. ഐ ഹാവ് ലോങ് ഹെയർ. എനിക്ക് എന്തുണ്ട്? ജോഷിന് പറയുന്നു ഐ ഹാവ് എ ന്യൂ ഫോൺ. എനിക്ക് എന്തുണ്ട്? പുതിയൊരു ഫോൺ ഉണ്ടെന്ന് പറയുന്നു. എനിക്ക് പുതിയൊരു ഫോൺ ഉണ്ട്. യെസ്, അത് നമുക്ക് പറയാം, കറക്റ്റ് ആണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു 5 ഐറ്റംസ് വേഗം സെലക്ട് ചെയ്ത് വെച്ച് അത് വെച്ച് പറയും. അതിൻ്റെ അകത്ത് രസകരമായിട്ട് പറയാൻ പറ്റുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ അതങ്ങനെ ചേർത്തോട്ടാണ്. വളരെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ സംഗതി. നിങ്ങൾ അവിടെ നോക്കുമ്പോൾ നിങ്ങൾ ഒരു അയൽവാസിനെ കാണുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് എ ഗുഡ് നെയ്ബർ. എനിക്ക് എന്തുണ്ട്? നല്ലൊരു നൈബർ ഉണ്ട്. യെസ് യെസ്, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക. അതിന് കഴിഞ്ഞതിന് ശേഷം പറയാം, ഞാൻ ഇതിനകത്ത് മനസ്സിൽ വിചാരിക്കുന്ന ഒരു സംഗതി. അത് ആരും പറയുമെന്ന് നോക്കട്ടെ. യെസ്, ചുമ്മാ ഞാൻ വിചാരിക്കുന്നു. ആരും പറയുമെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോ നിങ്ങൾക്കുള്ള പറയായിരിക്കും. ലാസ്റ്റ് ഞാൻ പറയാം. യെസ്, അപ്പോ ജെറി മേരി, ആർ യു റെഡി? യെസ്, ആരാണ് ധൈര്യമായിട്ട് ആദ്യം വരാണ്? ആദ്യമായിട്ട് യെസ്, കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു അല്ലെങ്കിലും പിടിക്കുകയാണ്. യെസ്, ഓക്കെ കൃഷ്ണേന്ദു. യെസ്, കൃഷ്ണേന്ദു. അപ്പൊ കൃഷ്ണേന്ദു, നമുക്കിപ്പോ ഉള്ളത് ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പൊ ഐ ഹാവ് എ ചൈൽഡ് എന്ന് പറയാം. പക്ഷെ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ എ ഉപയോഗിക്കേണ്ട, ഐ ഹാവ് ചൈൽഡ്. ഒരെണ്ണമുള്ളതിന്റെ എല്ലാത്തിന്റെ മുമ്പിൽ എ എന്ന് പറയാം. ഒന്നിൽ കൂടുതലുള്ളതാണെങ്കിൽ എ ഉപയോഗിക്കേണ്ട. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. യെസ്, ഐ ഹാവ് ഫ്രണ്ട്സ് എന്ന് പറയാം. ഒരു സുഹൃത്തുള്ളെങ്കിൽ ഐ ഹാവ് എ ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ കൃഷ്ണേന്ദു. അപ്പൊ കൃഷ്ണേന്ദുവിന്റെ ഐശ്വര്യത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. യെസ്, അപ്പോ ഒരു ഗാന രചയിതാവും കൂടിയായിട്ടുള്ള കൃഷ്ണേന്ദു ഐശ്വര്യമായിട്ട് ആരംഭിക്കുന്നു. ഓക്കെ കൃഷ്ണേന്ദു, പോട്ടെ. ഓ Okay, sir. I have a mic. പറഞ്ഞോ. ഐ I ഹാവ് have a mic. ഐ ഹാവ് A mic. Mic. മൈക്ക്, MIKE. Yes, sir. യെസ്, ഐ ഹാവ് എ മൈക്ക്. ഓ ഓക്കെ, വെരി ഗുഡ്. പിന്നെ I have I have long hairs. ഹെയർസ് വേണം. ഐ ഹാവ് ലോങ് ഹെയർ. ധാരാളം മുടികൾ കൂടുമ്പോഴാണ് മുടിയിൽ പെടാൻ. ഐ ഹാവ് ലോങ് ഹെയർ. Okay. I have lot of sarees. ഐ ഹാവ് ലോട്ട് ഓഫ് സാരീസ്. അതാരും പറയാത്തൊരു സംഗതിയാണ് അല്ലെ? ധാരാളം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാവ് എ റെഡ് ചുരിദാർ. എനിക്ക് ചുവന്ന ചുരിദാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. യെസ്, അപ്പൊ അങ്ങനെ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്ന ഐറ്റംസ്. ഓക്കെ കൃഷ്ണൻ, വെരി ഗുഡ്. പറഞ്ഞത് I have a ability to make people laugh. I have a ability to make people laugh. yes, I have the ability to make the people laugh. എനിക്ക് ആളുകളെ ചിരിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട്. യെസ്, കേട്ടോ. ഇങ്ങനെ പോരട്ടെ, നിങ്ങളുടെ ഭാവനകൾ ഉണരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ് കൃഷ്ണന്തു. യെസ്, അടുത്തത്. I have a lot of friends. I have lot of friends. Correct. I have a son. I have a son. Then I have a good family. I have a good family. That's all, sir. That is all. Very good, very good, very good കൃഷ്ണന്തു. കൃഷ്ണന്തുവിന്റെ നല്ലൊരു അപ്രീസിയേഷൻ തന്നെയാണ്. രണ്ട് ഇന്ന് വെറൈറ്റി ആയിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ട്. ഓക്കെ നന്ദന. അതിനോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞു. സത്യമായി കൃഷ്ണന്തുവാണ് മിടുക്കിയിട്ടത്. കാരണം പറയാമോ, ഇപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പല ആൾക്കാരും തലയിൽ കൈവച്ചു. ദൈവമേ, ഞാൻ എഴുതി വെച്ചത് കൊണ്ടാണ് കൃഷ്ണന്തു പോണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? അത് ഞാൻ പറയാതെ വിചാരിച്ചത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് ആരാണെന്ന് പറയുന്നത് ഐ ഹാവ്. മെറിൻ പറഞ്ഞത് കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ മെറിൻ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടാമത് മെറിനോട് പറഞ്ഞു. അല്ലെങ്കിൽ ഇനിയും സംഗതി പോകും. റസീല, ആർ യു റെഡി? റസീല, മെറിൻ പറഞ്ഞോളൂ എന്താണ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ് മെറിൻ. സർ പറഞ്ഞോട്ടെ? നല്ല വെറൈറ്റി പിടിച്ചോട്ടെ സാറിന്. ഓക്കെ സർ.
Okay. I have a lovely son. I have a lovely son. I have some beautiful plants. I have some beautiful plants. I have a beautiful family. I have a beautiful family. നേരത്തെ വന്നതാണ് എന്നാലും പരിഗണിച്ചു. I have two true friends. I have 2 friends. Yes. Two true friends. Yes. Okay. I have a talkative nature. I have a talkative nature. സംസാരപ്രിയാണ് എന്നാണ് പറഞ്ഞത്. Yes. എപ്പോഴും സംസാരിക്കുന്ന സ്വഭാവം ഇരിക്കുന്നു. Okay, Mary. That's also. That is all. Very good, very good. Okay, Mary. Very good, very good, very good, very good. Yes. Okay, okay, okay. അപ്പൊ കൃഷ്ണേന്ദ്ര വന്നു, മെറിൻ വന്നു. ഇനി ആരാണ്? Who is coming next? Good morning, sir. Okay, ഇസാൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Yes, okay. ഞാൻ ഫസ്റ്റ് പറയാൻ പോയത് അപ്പൊ കൃഷ്ണേന്ദ്ര പറഞ്ഞു. Yes, okay, 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 okay. Sorry, കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ നന്ദനോട് പറയട്ടെ. നന്ദന റെഡി ആയിക്കോളൂ. Yes, പറഞ്ഞോളൂ ഇസാനെ. I have 2 children. അപ്പൊ അതിന്റെ ശ്രദ്ധിച്ചോ, ചൈൽഡ് എന്ന് ഒരു കുട്ടിയാണ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിൽ കൂടുതലാണ്. അപ്പൊ പിന്നെ എസ് വേണ്ട. 2 children. I have 2 children. Okay. I have a cute family. I have a cute family. Yes. I have cooking very well. I have cooking ability. അങ്ങനെ ആയിക്കോട്ടെ. Okay. I have a handsome husband. I have a handsome husband. I have so many clothes. Okay. I have some jewelries. Yes. I have a good friends. I have good friends. Okay, very good, very good. Okay, 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 Sana. Very Okay. good, very good. Very good, That's all, very sir. good. Okay, very good, very good, very good. Yes. Nandana. Pandolu Nandana. Sir, Yes, Pandolu Nandana. I have a lovely mother and grandmother. Oh, I have lovely mother and grandmother. Very good. I have a specs. I have a specs. Okay. I have a sensitive character. Oh, I have a sincere character. ആത്മാർത്ഥ നല്ല സ്വഭാവം ഇരിക്കുന്നതാണ്. Sensitive. ഓ, സെൻസിറ്റീവ് ആണ്. ഞാൻ സിൻസിയർ എന്ന് കേട്ടോ. ഓക്കെ, 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 ഓക്കെ. യെസ്. അപ്പൊ അധികത്തിരിക്കുന്ന ഇപ്പൊ ആള് പറയണ്ടാവും നല്ല സെൻസിറ്റീവ് ആണ്, നല്ല സ്ട്രോങ് ആയിട്ടും എന്ന് പറയണ്ടാവും അല്ലേ? യെസ്. ഓക്കെ, നന്ദന. യെസ്. I have 2 sisters. I have 2 sisters. I have a little knowledge about cooking. I have little knowledge about cooking. അവിടെ ഇതിനകത്തൊരു സംഗതി കിടപ്പുണ്ട്, ഞാൻ പറയാട്ടോ. ഓക്കെ, ഓക്കെ. കണ്ടിന്യൂ. I have a short hair. I have short hair. That's it. That's all. Very good, very good. അപ്പൊ നന്ദന ഇപ്പൊ പറഞ്ഞതുകൊണ്ട് അതിന്റെ കൂടെ ഞാൻ ചേർത്ത് വെച്ച് പറയണം. നമ്മള് കുറച്ച് എന്നുള്ള അർത്ഥത്തിൽ ലിറ്റിൽ എന്ന് പറയും. എണ്ണാൻ പറ്റുന്ന സാധനങ്ങൾ കുറച്ച് ഉള്ളെങ്കിൽ അവിടെ നമ്മൾ ഫ്യൂ എന്ന് പറയും. ഓർത്തേക്ക്. ഇപ്പോ ലിറ്റിൽ വാട്ടർ, കുറച്ച് വെള്ളം എണ്ണാൻ പറ്റില്ലല്ലോ. ലിറ്റിൽ ഷുഗർ, കുറച്ച് പഞ്ചസാര. നേരെ മറിച്ച് ഫ്യൂ ഫ്രണ്ട്സ്, ഫ്യൂ ബുക്സ് എന്ന് പറയും. പക്ഷെ ഇത് മനസ്സിലാക്കണം, ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ല എന്നർത്ഥമാണ്, നെഗറ്റീവാണ് അർത്ഥം. ആ ഫ്യൂവിന്റെയും ലിറ്റിലിന്റെയും മുന്നിൽ ഒരു എ കൂടി ചേർക്കണം. ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്, അതാണ് കറക്റ്റ്. കുറച്ച് എന്നർത്ഥം വരുന്നത് എ ഫ്യൂ ആണ്. എ ലിറ്റിൽ, there is little milk in the fridge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ പാലില്ലെന്നാണ്. there is a little milk എന്ന് പറയുമ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് പാലില്ലെന്ന് വരും. അപ്പോ ലിറ്റിൽ എന്ന് മാത്രം പറയുമ്പോൾ, ഫ്യൂ എന്ന് മാത്രം പറയുമ്പോൾ ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ് അർത്ഥം. യെസ്. അതുകൊണ്ടാണ് ലിറ്റിൽ എന്ന് പറയുന്ന വേർഡിന്റെ ഉള്ള സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ പോസിറ്റീവ് ടാഗ് എടുക്കും. കാരണം ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് എന്താണ്? നെഗറ്റീവ് ആണ്. നേരെ മറിച്ച് എ ലിറ്റിൽ എന്നാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. അപ്പൊ അതിന്റെ ടാഗ് എന്ത് എഴുതും? നെഗറ്റീവ് എഴുതും. നമുക്കറിയാലോ, ടാഗ് ക്വസ്റ്റ്യൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്,
തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് നോട്ട് നോക്കിയിട്ടാണ്. പക്ഷെ നോട്ടിനെ പോലെ തന്നെ കിടക്കുന്ന വാക്കാണ് ലിറ്റിൽ. ലിറ്റിൽ വന്നാൽ നെഗറ്റീവ് ആണ് വാചകം. പക്ഷെ എ ലിറ്റിലാണെങ്കിലോ അപ്പൊ പോസിറ്റീവ് ആണ്. ഫ്യൂ എന്ന് വന്നാലോ നെഗറ്റീവ് ആണ്. എ ഫ്യൂ എന്ന് വന്നാലോ പോസിറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആള്. യെസ്, ആരാണ്? ധൈര്യമായിട്ട് പറഞ്ഞോ. റസീന, പറഞ്ഞോളൂ റസീന, പറഞ്ഞോളൂ റസീന. Good morning, sir. Yes, I good have morning. I have a new book. I have a new book. പുതിയൊരു പുസ്തകം ഇരിക്കുന്നു. വെരി ഗുഡ്. I have a new garden. I have new. Garden. Yes. Okay, I have a new garden. I have a child. I have a child. ഒരു കുട്ടിയുള്ളത് ഏ കൂടി ചേർത്ത്. I have black parda. I have a black parda. Yes. I have a beautiful smile. Oh, എന്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. അത് നമ്മൾ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? സ്വന്തമായിട്ടൊക്കെ പറയണം അല്ലേ സാനെ? യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, റെഡി, കണ്ടിന്യൂ. യെസ്. I have beautiful family. I have a beautiful family. Yes, I have a beautiful family and a beautiful family members. രണ്ടും ഞാൻ കാര്യമാണ്. Yes. I have an iron box. An iron box. റസീന മുറിപ്പിട്ട് പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. അവിടെ തന്നെ കിടക്കുക. അങ്ങടെ നോക്കുമ്പോ കാണുന്ന എല്ലാ ഐറ്റംസും എടുക്കുന്നത്. യെസ്, ഓക്കെ. Okay, sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ റസീന. അപ്പൊ ആ മുറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് റസീന സംസാരിച്ചത്. സോണ, ആർ യു റെഡി? Yes, sir. ഓക്കെ സോണ, പറഞ്ഞോളൂ സോണ. I have a short hair. I have short hair. Okay. I have an introvert mind. Yes. I have a best friend. I have a husband. Yes. Best friend. Yes. I have a specs. I have a specs. Yes. I have a beautiful family. I have a beautiful family. That's all, sir. Oh, very good, very good, Sona. Very good, very good, very good. Yes, okay. Yes. Then, Mufi, are you ready? Yes. Yes, very good, Mufi. Parjolo Mufi. I have a pen. I have a pen. Muriku porthodu parada. Yes, okay. I have a driving license. I have a driving license. So, that is parayathu sarvi parada. Yes, okay. I have a beautiful bag. I have a beautiful bag. Oh, muri thaneyana. I have business partners in London. Yes, I have business partners in London. Very good. I have crazy friends. I have crazy friends. Very good. I have naughty kids. Yes, I have naughty kids. വികൃതിയായ കുട്ടികളുണ്ട്. Yes. That's it, sir. Okay, very good, very good, very good. രണ്ടു മൂന്നൊക്കെ നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു മൂവി. വെരി ഗുഡ്. അങ്ങനെ നിങ്ങൾ വെറൈറ്റി പിടിക്കൂ. നിങ്ങളുടെ എന്താ പറയാ, മോഹൻലാൽ പറഞ്ഞ പോലെ ആരും കാണാത്ത വഴിയിലൂടെ പോകൂ. വെറൈറ്റി കൊണ്ടുവരൂ. യെസ്, ഓക്കെ. Who is coming? Rayham, are you ready? Yes, sir. Yes, okay. Rayham ചിരിച്ചിരിക്കുകയല്ലോ അല്ലേ? ഓക്കെ Rayham, വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ ഒരു മിനിറ്റ്. അപ്പൊ ഇസാൻ പറയുന്നത് നോക്കിയേ. ഐ ഹാവ് എ ഡ്രീം. എനിക്കൊരു സ്വപ്നമാണ്. യെസ്, ഓക്കെ അല്ലെ? ഐ ഹാവ് എ നെയിം. എനിക്കൊരു ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട്. ഇസാന്റെ സ്വപ്നം തോന്നിയിട്ട്. യെസ്, ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽഡ്. സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളാവട്ടെ അല്ലേ? യെസ്, പറഞ്ഞോളൂ റൈഹാം. Oh, okay, sir. I have a beautiful necklace. I have a beautiful necklace. Very good. I have a white skin tone. Yes, white skin tone. I have beautiful sandal. Yes,
I have fish. I have a aquarium. Yes, I have an aquarium. That's all, Yes, sir. that's all. Okay. ഈ നെക്ലസ് എന്ന് പറയുമ്പോ ഓ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി, ഓ ഹെൻറിയുടെ ഓർമ്മ പറയുന്നതാണ്. ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ആ ഷോർട്ട് സ്റ്റോറിയുടെ പേര് ഇതാണ്, ഡയമണ്ട് നെക്ലസ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ട് അത്? ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. യെസ്, ഫിലിം കണ്ടിട്ടുണ്ട്. ആ ഡയമണ്ട് നെക്ലസ് അല്ല ഇത് വേറെയാണ്. ഇതിനകത്ത് സംഭവം ഇതാണ്, ഒരു അങ്ങനെ വളരെയധികം ഞാനൊരു കഥ പറഞ്ഞു. എന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് കഥയുടെ കേന്ദ്രഭാഗം പൊങ്ങച്ചക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, അവരുടെ ഭർത്താവാണെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യൻ. അപ്പൊ അവരൊരു കല്യാണത്തിന് വിളിക്കുന്നു. അപ്പൊ കല്യാണത്തിന് വിളിക്കുമ്പോൾ ഭർത്താവ് പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ള പോകാമെന്ന് ഭാര്യ പറയുന്നു. അപ്പൊ പുതിയ ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നു. പുള്ളി പൈസയൊക്കെ കടം വാങ്ങിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇവളാൾ സുന്ദരിയാണ് ഈ പെൺകുട്ടി. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എന്നാലും ഇവള് റെഡി ആവുന്നില്ല. അപ്പൊ എന്താണ് ഭർത്താവ് ചോദിക്കുന്നത്? അപ്പൊ പറയുന്നത് എനിക്കൊരു നെക്ലസ് ഇല്ലാണ്ട് ഞാൻ വരില്ല എന്ന് പറയുന്നു. അപ്പോ ആ സമയത്ത് ഒരു നെക്ലസ് മേടിക്കാനുള്ള സാമ്പത്തികം പുള്ളിക്ക് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നെക്ലസ് മാത്രം എന്ത് ചെയ്യുന്നു, അടുത്ത വീട്ടിൽ പോയിട്ട് പണക്കാരിയായ ഒരു സ്ത്രീയുടെ നിന്ന് വായ്പ വാങ്ങും. യെസ്, അങ്ങനെ വായ്പ വാങ്ങി നെക്ലസ് ധരിച്ചിട്ട് ഇവര് കല്യാണത്തിന് പാർട്ടിക്ക് പോകുന്നു. വെസ്റ്റേൺ കൺട്രീസിലാണ്. അപ്പൊ പാർട്ടിയില് ഇവരുടെ സൗന്ദര്യവും ആ നെക്ലസിന്റെ ഭംഗിയും പുതിയ ഡ്രസ്സിന്റെ ഭംഗിയും ഒക്കെ വന്നപ്പോ ഇവരോടൊക്കെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. വെസ്റ്റേൺ സ്റ്റൈലായതുകൊണ്ട്. അപ്പോ ഇവളാണെങ്കിൽ അപ്പൊ 2-3 പ്രാവശ്യം ഭർത്താവ് ഇന്ന് വിളിക്കും പോകാന്ന് പറഞ്ഞു. അപ്പൊ ഇവള് ഒരു കിട്ടിയ അവസരം ആളുകളുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് മാറി കഴിഞ്ഞപ്പോ അങ്ങനെ നിൽക്കണം. അങ്ങനെ വളരെ വൈകി രാത്രിയിൽ ഒരു വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം കഴുത്തിലിട്ട് നോക്കുമ്പോൾ നെക്ലസ് കാണുന്നില്ല. ദാറ്റ് ഈസ് മിസ്സിംഗ്. നെക്ലസ് കാണുന്നില്ല. അതോടുകൂടി ഭയങ്കര ടെൻഷനായി. നെക്ലസ് വായ്പ വാങ്ങിച്ചാൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. യെസ്, അപ്പോ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ആ തൽക്കാലത്തേക്ക് അവരോട് എന്തോ ഒഴിവൊഴിയൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തുനിന്ന് വായ്പയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് അതേപോലെ വരുന്ന നെക്ലസ് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കണം. അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള പേര് പറയാതെ അതേപോലെ തന്നെ നെക്ലസ് വാങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒരുപാട് സമയം ഓവർ ടൈം ജോലി ചെയ്യാനുള്ള എഗ്രിമെന്റ് ഈ പാവം ഭർത്താവിന് സമ്മതിക്കേണ്ടി വന്നു. 2-3 വീടുകളില് വേലയ്ക്ക് പോകേണ്ട അവസ്ഥ ഈ സുന്ദരിയായ പെൺകുട്ടിക്ക് വന്നു. അവര് താമസിക്കുന്ന വീട് വിറ്റ് വേറൊരു ചേരി പ്രദേശത്തേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥ. കാരണം അത്രയും വില കൂടിയ നെക്ലസ് ആണ് നഷ്ടപ്പെട്ടതല്ലോ. അപ്പൊ അത് അത്രയും പൈസ അവർ സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോ അത്രയും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് അവർ വരികയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഈ പഴയ സുന്ദരിയായ ഭാര്യ ഇപ്പൊ കാണുമ്പോ സൗന്ദര്യമില്ല, കണ്ണുകൾ കൊടിഞ്ഞു, കവിളുകൾ ഒട്ടി, ചുണ്ടുകളില് ആ ചുവന്ന കളറൊന്നുമില്ല. കാരണം ഈ കടം കിട്ടാനായിട്ടുള്ള തന്ത്രപ്പാട് കൊണ്ട് അയാൾ ജോലി തിരക്കൊണ്ടും വിശ്രമമില്ലാത്ത ജോലി കൊണ്ടും ഇവളാകെ മാറിപ്പോയി. വീണ്ടും ആരുടെ പക്കൽ നിന്നാണോ നെക്ലസ് കടം വാങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ്, അവരെ ഈ പെൺകുട്ടി യാദൃച്ഛികമായിട്ട് കാണുന്നു. അപ്പൊ അവള് പറയും, നീ ആകെ മാറിപ്പോയല്ലോ, എന്ത് പറ്റി, എന്താണെന്ന് പറയുന്നത്. അപ്പോ ഇവള് അന്നേരത്ത് സത്യം പറയും, ഞാൻ നിന്നോടൊരു ചതി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് ചോദിക്കണം, നീ അന്ന് എനിക്ക് തന്ന ഡയമണ്ട് നെക്ലസ് ശരിക്കും ആ നെക്ലസ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ട്, പിന്നെ അതേപോലത്തെ ഒരു നെക്ലസ് ഞങ്ങൾ സംഘടിപ്പിച്ച് തരികയാണ് ചെയ്തത്. ആ നെക്ലസ് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ടാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ജോലി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ഭർത്താവിന് കുറച്ചും കൂടി ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പറയുന്നത്. ആ സംഗതി കൊണ്ടൊക്കെയാണ് എന്റെ സൗന്ദര്യവും എന്റെ ആരോഗ്യവും എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോ ആരാണോ നെക്ലസ് കടം കൊടുത്തത് അവള് പറയും, നീ എന്തും മണ്ടത്തരോട് കാണിച്ചത്, ഞാൻ നിനക്ക് തന്ന ഡയമണ്ട് നെക്ലസ് റോൾഡ് ഗോൾഡാണ്, അത് ഒറിജിനൽ ഡയമണ്ട് അല്ല എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടു പോയ തന്റെ ജീവിതത്തെ കുറിച്ച്, തിരിച്ചു കിട്ടാനാവാത്ത തന്റെ സമയത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ഓ ഹെൻറി എഴുതിയേക്കുന്ന ചില കഥയാണ് എൻ്റെ ഒരു ഓർമ്മ.
എഴുത്തുകാരെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പൊ ഇവിടെ ഐ ഹാവ് എ നെക്ലസ് എന്ന് നെക്ലസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു ചെറുകഥയാണ്. അപ്പൊ ഇത് കയ്യിൽ വയ്ക്കട്ടെ. ഡോക്ടർ ഇന്നസെന്റ് ഫിലിം അല്ലേ? ആ യെസ്, ഓക്കെ 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 ആ യെസ്. ഇത് വെച്ചിട്ട് ചിലപ്പോൾ വല്ല ഫിലിമൊക്കെ വന്നിട്ടുണ്ടാവും. യെസ്, ഇതൊരു ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. ശിവപ്രിയ, ആർ യു റെഡി? Yes, sir. ഓക്കെ, ശിവപ്രിയ ഇവിടെ റെഡിയാണെന്ന് ഇവിടുത്തെ എന്താ പറയാ അനക്കങ്ങളിൽ എനിക്ക് മനസ്സിലായി. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. I have a calm mind today. ഐ ഹാവ് എ Calm mind today. Calm mind. ഒക്കെ കറക്റ്റ് നോക്കിയേ, ആരും പറയാത്ത രീതിയിലാണ് ശിവപ്രിയ. ഐ ഹാവ് എ കാം മൈൻഡ് ടുഡേ. യെസ്, ഈ അതിനെ പറയുന്നതേ ചില ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒരു പൊട്ട ദിവസമായിരിക്കും. ചില ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്താണ് വളരെ മൂളിപ്പാട്ടോട് കൂടിയിട്ട് നമ്മൾ എഴുന്നേൽക്കും. അത് നല്ലൊരു മൂഡായിരിക്കും അല്ലേ? യെസ്, അത് കറക്റ്റാണ്. അപ്പോ ഇത് വലിയ കാര്യം ഉണ്ടായിട്ട് പറയല്ല, എന്നാലും പറയുന്നു വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേക്കാനാണ് പറയുന്നത്. വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാല് ശാന്തമായിരിക്കും അത്രേ. യെസ്, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കിടക്കണ പൊസിഷൻ മാറ്റേണ്ടി വരും. യെസ്, അപ്പോ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേക്കാന്നാണ് പറയുന്നത്. നമ്മുടെ മരിച്ചുപോയ ഒരു കേരളത്തിന്റെ ഒരു സാംസ്കാരിക നായകനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് സുമാർ അഴീകുമാർ. നല്ല പ്രാസംഗികനായിരുന്നു. ഒരു ഒത്തിരി പ്രസംഗങ്ങൾ, പുള്ളിയുടെ പ്രസംഗങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം സുമാർ അഴീകുമാർ. അപ്പൊ ഇത് അഴീക്കോടൻ മാഷ് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോ ഒരിക്കല് യെസ്, ഓക്കെ ശ്രീജ, വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ്. യെസ്, അപ്പൊ ഒരിക്കല് അഴീക്കോടൻ മാഷിനോട് ചോദിച്ചു, എന്താ മാഷെ കല്യാണം കഴിക്കാത്ത ചോദിച്ചു. അപ്പൊ മാഷൻ തമാശ വേണ്ടി പറഞ്ഞ മറുപടി, എനിക്ക് രണ്ട് വശത്തോട്ടും കട്ടിലിന്റെ രണ്ട് വശത്തോട്ടും എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് എന്ന് അഴീക്കോടൻ മാഷ് തമാശക്ക് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? വലത്തോട്ട് എഴുന്നേൽക്കും. വലത്തോട്ട് എഴുന്നേറ്റിട്ട് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ആ കൈകളിലേക്ക് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബാത്റൂമിലൊക്കെ പോകാൻ വരട്ടെ. അങ്ങനെ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വാതിൽ തുറക്കുക. വാതിൽ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ജനലെങ്കിലും തുറക്കുക. ജനലെങ്കിലും തുറന്നിട്ട് ആ ജനലിന്റെ കമ്പിമ പിടിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക് നോക്കും. കുറച്ചു നേരം ഒരു 5 മിനിറ്റ് മതി പുറത്തേക്ക് നോക്കാം. അപ്പൊ ആ പുറത്ത് ആ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയറും അതിൻ്റെതായ കുറെ ചലനങ്ങളും ഈ സംഗതികളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് ആസ്വദിക്കാം. ഓക്കെ 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 സാർ, പുറത്തേക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് നോക്കിയാൽ നോക്കാം. എന്നിട്ട് അതൊന്ന് ആസ്വദിക്കാം. അത് ഇതിന്റെ ചെരിയിലോട്ട് പോയിക്കും. നോ പ്രോബ്ലം. വളരെ പീസ്ഫുൾ. നിങ്ങൾ ഒരു ദിവസം ചെയ്ത് നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമുക്ക് കുറച്ചും കൂടി എന്ത് വരും? മനസ്സിനൊക്കെ ഒരു ശാന്തതയും ഇതൊക്കെ വരും. അങ്ങനെ ചെയ്ത് നോക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള പ്രഭാത കർമ്മങ്ങളിലേക്ക് പോയിക്കോളൂ. യെസ്, ഓക്കെ സാറെ, നോക്കിക്കോളൂ. യെസ്, ഓക്കെ ഓക്കെ. ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? അടുത്താരാണ്? ആതിര, ആർ യു റെഡി? ആതിര? Sir, I am ready. Yes, sir. യെസ്, ഓക്കെ 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 ഓക്കെ. ആതിര അവിടെ റെഡിയാന്ന് ഇപ്പോൾ മനസ്സിലായി. ഓക്കെ ആതിര, യു കണ്ടിന്യൂ. I have a good friend. ഐ ഹാവ് ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ. ഈ ഇരിക്കുന്ന 27 പേരിൽ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? No. ഇല്ല, ഇവരായിട്ട് അത്ര ഇന്റിമസി ആയിട്ടില്ല. ഓക്കെ ആതിര? Okay. ഷീജ. ഓക്കെ ഓക്കെ, ഷീജക്ക് തലമുട കയറും. ഓക്കെ. I have a new scooter. ഐ ഹാവ് എ ന്യൂ സ്കൂട്ടർ. അപ്പൊ അതിന്റെ ചിലവ് ഇവിടെ കിട്ടിയിട്ടില്ല. പോട്ടെ. I have a beautiful face. ബ്യൂട്ടിഫുൾ Face. യെസ്, ഓക്കെ. ഐ ഹാവ് ബ്യൂട്ടിഫുൾ ഫേസ്. വെരി ഗുഡ്. I have a black churidar. I have a black churidar. Very good. I have a small family. I have a small family. Yes.
I have a beautiful son. Yes. I have a medium hair. I have Medium hair. medium hair, not long, not short, medium. Okay. That is I all. have No, pardon. I have 2 children. I have 2 children. That's all, sir. That is all. Very good, very good. Okay, Adila. Very good, very good, very good. Thank you, Yes. sir. Okay, okay, okay. Bhavisha, are you ready? Megha, are you ready? Yes, sir. Yes. നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വിളിക്കാൻ നോക്കിക്കുന്നതിനാണ് ധൈര്യമായിട്ട് പറഞ്ഞു മേഘ പറഞ്ഞു തെറ്റണെങ്കിൽ തെറ്റി എന്താ പ്രശ്നം യെസ് ഓക്കെ മേഘ പറഞ്ഞു അതെ ഒന്ന് ആ മോഡൊന്ന് മാറ്റി പിടിച്ച് നല്ല എക്കോണ് ഇപ്പൊ കേൾക്കാം ലെജിബിൾ ആവണല്ലേ ഒരു 10 വർഷം I have a lot of hope for the future. യെസ് I have a friend. യെസ് I have a headache. ഐ ഹാവ് ഹെഡേക്ക് നോക്കി എനിക്ക് തലവേദനയുണ്ട് ഐ ഹാവ് ബാംഗ്ലൂർ നമുക്ക് പറയാം ഓക്കെ വെരി ഗുഡ് ആ I have a laptop. ഐ ഹാവ് എ ലാപ്ടോപ്പ് I have a beautiful family. യെസ് I have a lot of books. യെസ് I have made use. യെസ് It's possible. ഓക്കെ Hello. ഓക്കെ മേഘ Okay, thank you, sir. Okay, 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 okay. Very good, Megha. Very good, very good. Yes. Then Aishwarya. Aishwarya. Aishwarya Olikira. Yes. Aishwarya വരുമെന്ന് നമുക്ക് വിചാരിക്കാം. Yes. ഇനി ആരാണ് വരുന്നത്? Good Yes. afternoon, sir. Yes, Aishwarya. Okay. I have curly hair. Yes, curly hair. Okay. Okay. I have a sister. I have a sister. Yes. I have a computer, I have a computer. laptop. I have 3 kittens. Yes. Yes. Okay. I have to be more to make my dreams come true. Yes. Okay. Let your dream be true. That's all. Okay, Ashwini. Yes. That is all. Okay. സ്വപ്നങ്ങൾ ഉണ്ടാവണം. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലാവും ജീവിക്കാനായിട്ട് ഒരു തോന്നലുണ്ടാവുള്ളൂ അല്ലേ? സ്വപ്നങ്ങൾ വേണ്ടേ? അത് മസ്റ്റാണ് കേട്ടാ. നിങ്ങൾക്ക് ഉണ്ടാവണം ഒരുപാട് സ്വപ്നങ്ങൾ. എയിം നിയർ ദ സ്റ്റാർ ദെൻ യു ക്യാൻ റീച്ച് എബോവ് ദ ട്രീ. ആകാശത്തിന്റെ അടുത്ത് നക്ഷത്രത്തിന്റെ അടുത്തായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. അപ്പോഴേ നിങ്ങൾക്ക് എന്താവാൻ പറ്റൂ? മരത്തിന്റെ മുകളിലെങ്കിലും ആകാൻ പറ്റും. ഡോക്ടർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കൂ, നിങ്ങൾ നേഴ്സെങ്കിലും ആവും. നേഴ്സ് ആവാൻ ആഗ്രഹിക്കൂ, നിങ്ങൾ ഫാർമസിസ്റ്റെങ്കിലും ആവും. നിങ്ങൾ ഫാർമസിസ്റ്റ് ആവാൻ ആഗ്രഹിക്കൂ, നിങ്ങൾ കമ്പൗണ്ടർ എങ്കിലും ആവും. നിങ്ങൾ കമ്പൗണ്ടർ ആവാൻ ആഗ്രഹിക്കൂ, നിങ്ങളപ്പോ രോഗിയാവും. യെസ്. അപ്പൊ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ താഴെ നമ്മൾ എത്തും. അപ്പൊ അതുകൊണ്ട് ആഗ്രഹത്തിന് പഞ്ഞം വിചാരിക്കട്ടെ. ഭയങ്കര ആഗ്രഹിക്കും. ചില ആളുകളെ കണ്ടില്ല, ഭയങ്കര ഐഡിയ ആയിരിക്കും, ഒന്നും ചെയ്യൂല, പക്ഷെ ഐഡിയ ഭയങ്കര അല്ലെ? നമ്മൾ തന്നെ എത്രമാത്രം ഐഡിയകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഓരോ കാര്യങ്ങളെ കുറിച്ച് ഭയങ്കര ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്ക് തന്നെ അറിയാം ഇതൊക്കെ ഐഡിയ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യൂല. യെസ്. അപ്പൊ ലോട്ട് ഓഫ് ഐഡിയാസ്. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് ഓക്കെയാണ്. ഓക്കെ ഐശ്വര്യ, ഐഷ കറക്റ്റ് ആണ് പറഞ്ഞത്. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മനുഷ്യൻ ചിന്തിക്കുന്നു, ദൈവം അതിനെ തകിടം മറിച്ചിട്ട് വേറെ വഴിക്ക് കൊണ്ടുപോകുന്നു. യെസ്. അല്ല, ഐഷ പറഞ്ഞില്ലല്ലോ. ഐഷ നമ്മുടെ സ്ഥിരം പറയുന്ന ആളല്ലേ ഐഷ?
യെസ് ഐഷ. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഡ്രീംസ്. ഓക്കെ. ആരെങ്കിലും റൈഹാൻ പറയുന്നു. ശരിയാ, ധൈര്യമായിട്ട് ആഗ്രഹിച്ചു. ശരിയാണ്, നടക്കും. ഒന്നും പേടിക്കണ്ട, അതൊക്കെ നടക്കും. ധൈര്യമായിട്ട് ആഗ്രഹിച്ചു. യെസ്, ഓക്കെ. ഐഷ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ ഷിജ. I have a book. I have 2 brothers. I have confidence. I have a new scooty. I have a lot of jackfruit tree. Yes. I have a good 3 children. I have a large family. Yes. And I have new scooty. Yes. I have a small garden at vegetable garden. Yes. Okay, ഷീജ, വെരി ഗുഡ്. ഞാനൊരു കാര്യം പറഞ്ഞില്ല ഷീജ, നമ്മൾ ചെയ്യുമ്പോഴല്ല എന്ത് കാര്യം ആസ്വദിച്ച് ചെയ്യാം. എന്താ പറയാ, ആസ്വദിച്ച് ചെയ്യാം കേട്ടോ. ഷീജ ഇപ്പൊ നല്ല സ്പീഡിലാണ് നിങ്ങൾ പോയത്. ഞാൻ ഇതിന്റെ ഒന്ന് നിർത്ത് ചെയ്യാന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് കഴിഞ്ഞപ്പോ ഐ ഹാവ് കോൺഫിഡൻസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് നിർത്ത് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ ഒന്നും ഷീജ നിർത്തില്ല. ഷീജ അവിടെ നിന്ന് കിടന്നു പോകുന്നത്. യെസ്. അപ്പോ നമുക്ക് എപ്പോഴും വേണ്ട സംഗതി എന്ത് നിങ്ങൾ ചെയ്യണം, അതാ എൻജോയ് ചെയ്യാം. യു എൻജോയ് ഇറ്റ്. എൻജോയ് ചെയ്തോണ്ട് പറയുമ്പോൾ നമുക്ക് വേറെ ലെവലാണ്. യെസ്. അപ്പൊ നമുക്ക് എന്നോട് മടുപ്പ് തോന്നില്ല. നമ്മൾ ഈ എൻജോയ് ചെയ്യാതെ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് വിലക്ക് തോന്നും, അല്ലെങ്കിൽ താല്പര്യക്കേട് തോന്നും. We must enjoy it. Even now we are making we are cooking. Then enjoy it, then do it. Okay, Shija? Very good. Okay. അപ്പൊ ഷീജ പറഞ്ഞൊരു കാര്യമാണ്, ഐ ഹാവ് കോൺഫിഡൻസ്. എനിക്ക് എന്തുണ്ട്, ആത്മധൈര്യമുണ്ട്. യെസ്, ദാറ്റ് ഇസ് വെരി ഗുഡ്. ദെൻ ഐഷ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ നമ്മുടെ ഷീജ വന്ന തിരക്കിലെ ഐഷ ഇങ്ങനെ ബാക്കിലോട്ട് മാറി കൊടുത്തു. യെസ്, പറഞ്ഞോളൂ ഐഷ. I have a cat. I have a beautiful cat. Yes. I have a garden in my home. Yes, I have a garden in front of my home. Yes. I have a hope about my future. I have Hope about my future. yes, okay. I have 2 sisters and 1 brother. I have 2 sisters, 1 brother. I have Yes, a we have. small and beautiful family. Yes. I have a lovable husband. Yes. Okay. Thank you, sir. Okay, very good, Aisha. Very good. Yes. Okay. ഇനി ആർക്കാണ്? നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ സ്വയം പറയാം. യെസ്, എനിബഡി ക്യാൻ. യെസ്, ഇതൊക്കെ ഞാനെങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഐ ഹാവ് worried about my studying. എന്തിനാണ് പേടിക്കുന്നത്? ഐ ഹാവ് ഡോണ്ട് വറി. പേടിക്കുന്നത്. ഡോണ്ട് ബി ടെൻഷൻഡ്. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാവ് എന്ന് പറയുന്ന യൂസിനെ കുറിച്ചിട്ടാണ്. പ്രസന്റ് കണ്ടിന്യൂസ് അവിടെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച കേസ്, ആരൊക്കെ അവരവരുടെ ഭർത്താവിനെ കുറിച്ച് പറയും എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇസാൻ പറഞ്ഞു ഐ ഹാവ് എ ഹാൻസം ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. ഐഷയും പറഞ്ഞു ഐ ഹാവ് എ ലവബിൾ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. ഞാൻ അതാണ് മനസ്സിൽ വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിക്കാം, ആരെങ്കിലും പറയുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. യെസ്. അപ്പൊ അത് 2 പേരാണ് അത് ഞാൻ മനസ്സിൽ വിചാരിച്ചത് പറഞ്ഞത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള എഴുതിയത്തെ കൂടെ അങ്ങ് പോയി. ഐ ഹാവ് ലവബിൾ ഫാമിലി, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട്ട് പോയി. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ചുമ്മാ വിചാരിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, അപ്പൊ ഇനി നമുക്ക് അടുത്ത ടെൻസിലോട്ട് പോകേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഐ വിൽ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്.
അപ്പൊ നിങ്ങൾ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അത് ഞാൻ ചോദിച്ചതെന്ന് തോന്നുന്നു. HOയിൽ തുടങ്ങുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചതാണ് അല്ലേ? ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ് വരെ ചോദിച്ചു. ഒരെണ്ണം ചോദിച്ചോളൂ. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി അതേ ചോദ്യം തന്നെ അതിന്റെ ബാലൻസ് ഉള്ള 2 ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എച്ചും രണ്ടാമത്തെ ലെറ്റർ ഓയുമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ആൻസർ പറയുക. ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്താൽ എനിക്ക് മാർക്ക് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ആരൊക്കെയാണ് ആദ്യത്തെ 3 പേരെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായം കൂടി വേണം. 2 പേരുടെ സഹായമാർ നിങ്ങൾ കൂടെ ഒന്ന് നോക്കണം. ഓക്കെ, ആരൊക്കെയാണ് ആദ്യത്തെ 3 പേരൊന്നും ശ്രദ്ധിച്ചോളേ. ഓക്കെ, ഓക്കെ. ഇസാനെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇസാനെ കൃഷ്ണേന്ദു ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചോദിച്ചാണെങ്കിൽ പറഞ്ഞാൽ മതി. ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ്. ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ്. സുവോളജി ബോട്ടണിയെ പഠിച്ചിട്ട് പറയാൻ വേഗം പറയും. ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ്. എച്ചിലും ഓയിലും തുടങ്ങുന്ന. യെസ്, മെറിൻ, ശിവപ്രിയ, ഐഷ. ഓക്കെ, ദ ആൻസർ ഈസ് ഹോർട്ടിക്കൾച്ചർ. കറക്റ്റ് ആൻസർ ആണ് ഹോർട്ടിക്കൾച്ചർ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഇസാൻ ഉണ്ടല്ലേ? യെസ്, ഓക്കെ. ഇസാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ചോദിച്ചു. അടുത്തത്, ഹൗ ഡസ് എ സാന്റ, സാന്റ മീൻസ് സാന്റ ക്ലോസ്, ഹൗ ഡസ് എ സാന്റ ലവ്? അതിന്റെ പ്രത്യേകത ഉണ്ട്. പ്രത്യേകത അതിന്റെ പേരുണ്ട്. How does a Santa laugh? Santa means Santa Claus. എല്ലാം വരുന്നേ. ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറുതെ പരിഗണിക്കാം. How does a Santa laugh? Yes, Aisha, correct answer. Very good. Aisha, Isan, Christian. Aisha, Isan, Christian. Yes, ho എന്നാണ് അതിന് പറയുന്ന പേര്. ഓക്കെ 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 ഓക്കെ. അടുത്തത്, a large four-legged LEGGED animal used for riding. A large Shivapriya Krishnendu Sonam. Shivapriya Krishnendu Sonam. Correct answer ആണ്. That is Pulsar. Very good, very good, very good. അടുത്തത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. യെസ്, പറയാം. എ പീരീഡ് ഓഫ് 60 minutes is called dash. A period of 60 minutes is called Rufi, Isan, Marin. Rufi, Isan and Marin. Marin വന്നിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ഞാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യം ഒന്നും പറഞ്ഞത്. ഓക്കെ മേഘ, വെറുതെ പറഞ്ഞതാണ്. എളുപ്പമുള്ള ചോദ്യമാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി ഓക്കെ കൃഷ്ണന്തു, ഇനി ഞാൻ പറയുന്ന ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ്. അതേ അർത്ഥമുള്ള വേറൊരു വേർഡ് നിങ്ങൾ പറയുക. HOയിൽ തുടങ്ങുന്ന മീനിങ് ഇതാണ്. Another word for being truthful. Being truthful എന്നുള്ളതിന്റെ വേറൊരു വേർഡ്. Another, Mufi, Marin, Christian. Mufi,
മെറിൻ, കൃഷ്ണേന്ദു. കറക്റ്റ് ആണ്. ഓണസ്റ്റി, യെസ്, ഓണസ്റ്റ്. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. അടുത്തത്, ഓക്കെ സോന. എ ട്യൂബ്, TUB, ട്യൂബ്, used to water something. A tube used to water something. Aisha, Shivapriya, Isan. Aisha, Shivapriya, Isan. കറക്റ്റ് ആണ്. ഫോസ് ആണ്. നമ്മുടെയൊക്കെ വീടുകളിലുള്ളതാണ്. യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. A tool, TOOL, tool used to catch fish. A tool used to catch fish. H വരട്ടെ ശ്രീജ, HOO. മെറിൻ, മുഫി, ഇസാൻ. മെറിൻ, മുഫി, ഇസാൻ. ഓക്കെ ഐഷ, കറക്റ്റ് ആണ്. ഹുക്ക് ആണ്, ഹുക്ക്. ഓക്കെ 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 ഓക്കെ. യെസ്, സോനിയുണ്ട്. യെസ്, ഓക്കെ. ഇസാനുണ്ട്. ഓക്കെ ഓക്കെ. ഇസാനെ പഠിച്ചു, സോനെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, ഓക്കെ 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 ഓക്കെ. അടുത്തത് ലോങ് ആണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിച്ചില്ല കേട്ടോ. ചോദ്യം ഇതാണ്. A vehicle that travels over the surface of land and water. A vehicle that travels over the surface of land and water. A vehicle that travels over the surface of land and water. വെള്ളത്തിലൂടെ പോകുന്നു. ഹൗസ് ബോട്ട് ആകുമ്പോൾ കരയിലൂടെ പോകില്ല, വെള്ളത്തിലൂടെ ഓക്കെയാണ്. അങ്ങനൊരു സംഗതി ഉണ്ട്. ഹൗസ് വാൻ അല്ലേ സാനെ? സാനിങ്ങനെ അടിയത്തെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. വാട്ടർ കാർ W ആയി പോയില്ല അച്ഛനി. യെസ്, ശിവപ്രിയ, കറക്റ്റ് ആൻസർ. ശിവപ്രിയ ഇസ് വെരി ഗുഡ്. ശിവപ്രിയ, ഇസാൻ, മെറിൻ. ശിവപ്രിയ, ഇസാൻ ആൻഡ് മെറിൻ. ഇതിന്റെ കറക്റ്റ് വേർഡ് എന്താണ്? ഓവർ ക്രാഫ്റ്റ് ആണ്. അതാണ് വെള്ളത്തിലൂടെയും പോകും കരയിലൂടെയും പോകുന്നത്. യെസ്, ഓക്കെ. അടുത്തത് എ ടീം ഗെയിം, TEAM, ടീം ഗെയിം ഇൻ വിച്ച് ദ പ്ലേയേഴ്സ് യൂസ് കർവ്ഡ്, CURVED, കർവ്ഡ് സ്റ്റിക്ക്. ശിവപ്രിയ, ഇസാൻ, മുഫി. ശിവപ്രിയ, ഇസാൻ, മുഫി. ഓക്കെ ഓക്കെ. കൃഷ്ണേന്ദു ഉണ്ടോ? യെസ്, കൃഷ്ണേന്ദു. ഓക്കെ, കൃഷ്ണേന്ദു പരിഗണിച്ചിട്ടുണ്ട്. യെസ്, ദ ആൻസർ ഈസ് ഹോക്കി. യെസ് യെസ് യെസ്, പരിഗണിച്ചിട്ടുണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ അതിന്റെ ആൻസർ നിങ്ങൾ പറയുമ്പോൾ ഇന്ന അക്ഷരത്തിൽ തുടങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങളുടെ ബുദ്ധിയെ, ഇന്റലിജൻസിനെ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ഇത് നിങ്ങളുടെ ഇന്റലിജൻസിനെ അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ അത് ഇന്ന അക്ഷരത്തിൽ തുടങ്ങണമെന്നൊന്നുമില്ല. എല്ലാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നിങ്ങൾ അവിടെ ഫിൽ ചെയ്താൽ മതി. ചോദ്യം ഇതാണ്. A
picture, Picture. A picture is worth, WORTH. കേൾക്കുന്നില്ലേ? അതൊന്നുകൂടി പറയാം. A picture is worth, WORTH, worth a dash. A picture is worth a dash. പോർട്രേറ്റ് ആണ്, അത് പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ലിന്റെ ഒരു ബാക്കിയാണ്, അല്ലെങ്കിൽ ഒരു സേയിങ് ആണ്. അതിനകത്ത് ഒരു വശം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എ പിക്ചർ ഈസ് വർത്ത് എ ഡാഷ്. നോളജ് അല്ല കൃഷ്ണന്തു, വേറൊരു സംഭവം ഉണ്ട്. അത് സ്കില്ലല്ലേ സാറേ? യെസ് മേഘ, ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇത് പരിഗണിക്കാം. ഐഷ, ഇസാൻ, മേഘ, മൂന്നുപേരെ പരിഗണിച്ചു നിൽക്കുക. ഐഷ, ഇസാൻ, മേഘ. മേഘ നേരത്തെ വന്നിട്ടില്ല അല്ലെ? യെസ്, ഓക്കെ. നോ പ്രോബ്ലം. കറക്റ്റ് ആൻസർ ആണ്. ഞാനത് പറയാം. അതായത് 1000 കറക്റ്റ് 8,000 വേർഡ്സ് എന്നാണ്. 1000 വാക്കുകളേക്കാൾ വിലയുള്ളതാണ് ഒരു ചിത്രത്തിന്. അതാണ് അതിന്റെ ഒരു സേവിങ്സ്. എ പിക്ചർ ഈസ് വർത്ത് 8,000 വേർഡ്സ് ആണ്. അപ്പൊ എ വരെ ഞാൻ പറഞ്ഞു, ബാക്കി 1000 വേർഡ്സ് എന്നുള്ളതാണ്. റോഡരികിൽ കാണുന്ന ചിത്രങ്ങളില്ലേ, ഒരു കുട്ടി ബാഗ് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ നമുക്കിത് മനസ്സിലാവും, ഡ്രൈവർക്ക് തൊട്ടടുത്ത് സ്കൂളുണ്ട്, ആ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്, അവർ റോഡിന് കുറുകെ ചാടും, അതുകൊണ്ട് ഞാൻ വേഗത കുറച്ച് പോകണം. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ വായിക്കില്ല, പക്ഷെ ഒരു പിക്ചർ കാണുമ്പോഴോ നമുക്കത് ഓർമ്മ വരും. അതാ പറയുന്നത്, എ പിക്ചർ ഈസ് വർത്ത് 8,000 വേർഡ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിഗണിക്കാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഞാൻ ഇപ്പോൾ ഇതിന്റെ മാർക്ക് നോക്കട്ടെ കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ മേഘയ്ക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സോനയ്ക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മുഫിക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണേന്ദുവിനും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഐഷയ്ക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഐഷയും കൃഷ്ണേന്ദുവും മുഫിയും 3-ാം സ്ഥാനം 3 പേർക്കായിട്ട് പങ്കിട്ടിരുന്നത്. യെസ്. അടുത്തത് മെറിന് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശിവപ്രിയക്കും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2-ാം സ്ഥാനം 2 പേര് കൂടി പങ്കിട്ടെടുത്തത്. 3-ാം സ്ഥാനം 3 പേർക്കാണെങ്കിൽ 2-ാം സ്ഥാനം 2 പേര് കൂടി പങ്കിട്ടെടുത്തത്. യെസ്. ഇസാന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ്. അപ്പോ ഇസാൻ ഒറ്റയ്ക്ക് 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞു കിട്ടിയവർക്കും കിട്ടാതിരുന്നവർക്കും കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനം. കാരണം നേരത്തെ മേഘ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള വേഗത കുറവുണ്ട്, ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഉത്തരം അറിയാവുന്നവരുണ്ടല്ലോ. ഓക്കെ. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. യെസ്, ഓക്കെ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Okay.